നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ. ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഏത് ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാലും, ഏത് ചാപ്റ്ററിലെ ഏത് ക്യാരക്ടറിന്റെ ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ലെറ്റർ എഴുതണമെങ്കിൽ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ആണ് ഈ കുഞ്ഞു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിടുക. ലെറ്റർ റൈറ്റിംഗിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റേഴ്സ് അഡ്രസ് ആദ്യം എഴുതുക. പേര് എഴുതണ്ട. പേരില്ലാതെ ഈ ആരാണോ ആ ലെറ്റർ എഴുതുന്നത്, ഇപ്പോൾ ഞാൻ എഴുതുകയാണെങ്കിൽ എഴുതണോ ഇല്ല, അദ്ദേഹത്തിന്റെ വീടിന്റെ പേര് എഴുതുക. ഓക്കെ, വീട്ടുപേര് എഴുതുക, അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പേര് എഴുതുക. ഓക്കെ, കോഴിക്കോട് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലം, ഒരു പിന്നെ എന്താണോ അഡ്രസ്സ് എന്തെങ്കിലും എഴുതി കൊടുത്താൽ മതി. നെക്സ്റ്റ് വൺ, എന്നിട്ട് അതിനുശേഷം ഡേറ്റ് എഴുതി കൊടുക്കുക. ഓക്കെ, ഡേറ്റ്, ആ ലെറ്റർ എഴുതുന്ന ആ ഒരു ഡേറ്റ് എഴുതി കൊടുക്കുക. എന്നിട്ട് മൈ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതി കൊടുക്കുക. ഫോർമൽ ലെറ്റർ അല്ല ഉണ്ടാവുക, നിങ്ങൾക്ക് മിക്കവാറും ഇൻഫോർമൽ ലെറ്റർ ആയിരിക്കും ഉണ്ടാവുക. മൈ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ആ ലെറ്ററിൽ എന്താണോ എഴുതേണ്ടത്, ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. അവസാനം യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ എഴുതിയിട്ട് അവിടെ ഒരു സൈനും ആ എഴുതിയ ആളുടെ പേര്, ഈ ഒരു അഡ്രസ്സ് ആരുടെ അഡ്രസ്സ് ആണോ എഴുതിയത് അയാളുടെ പേര് എവിടെ എഴുതണം, ഇവിടെ എഴുതണം. ആർക്കാണോ നമ്മൾ പിന്നെ ഈ ഒരു ലെറ്റർ എഴുതുന്നത് അയാളുടെ പേരുവാണെങ്കിൽ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതിയാൽ മതി. സോ ഇങ്ങനെയാണ് നമ്മളൊരു ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇനി ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലെറ്റ്സ് സീ ഇൻ അനദർ വീഡിയോ. Until it's a bye. Thank you.